എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ ആദ്യം വറുക്കുന്നതിന് ആവശ്യമായിട്ട് ഒന്ന് മസാലകൾ എടുത്തു വെക്കാം. ഗരം മസാല, ഒരു അല്പം കുരുമുളക് പൊടി, സാധാരണ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം 1 സ്പൂണോളം തൈരും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ചിക്കൻ എന്നിട്ട് പുരട്ടിയൊന്ന് 15 മിനിറ്റ് മാറ്റി വെക്കാം. ചോറിന് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 2 ഗ്ലാസ് അരി 3 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ച് നമുക്ക് എടുക്കാം. ഇതിനാവശ്യമായിട്ട് ആദ്യം അരി ഒന്ന് കഴുകി ഊറ്റാനായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ബിരിയാണിക്ക് ആവശ്യമായ മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പട്ട 2 എണ്ണം, പിന്നെ അതുപോലെ തക്കോലം, ഗ്രാമ്പു, ഏലക്ക, ഇത്രയുമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു പിഞ്ച് പെരുംജീരകവും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൊടുത്തിട്ട് നമുക്ക് അരി കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അരി കൂടി ചേർക്കാം. വെള്ളം കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണിത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളവന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു നാരങ്ങ നീരും കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കേണ്ടതുണ്ട്. നാരങ്ങ നീരിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. വിസിലിടാണ്ടാണ് ഞാൻ വേവിക്കുന്നത്. ഒരു 7 മിനിറ്റോളം ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ചിക്കൻ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്കതിൽ ചിക്കൻ വറുക്കാനായിട്ട് വെക്കാം. മുരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ വറുത്ത്
എണ്ണ തന്നെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 3 സവാള മീഡിയം സൈസിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റട്ടെ. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ടാം. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കറി മസാലകൾ ആഡ് ചെയ്യാം. ഗരം മസാല 1/4 ടീസ്പൂൺ, പെരുംജീരകം ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നതാണത്, എന്നാലേ പെട്ടെന്ന് വഴന്ന് കിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരല്പം വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. ഒരല്പം മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. മൂടി വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊരു കട്ടിയുള്ള ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒന്ന് നിരപ്പാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചോറ് അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പാകത്തിന് വേവായിട്ട് ഇരിക്കണതാണ്. ഒരു 3/4 ഭാഗത്തോളം ചോറ് വെന്തിട്ടുണ്ട്. ആ ചോറാണ് നമ്മൾ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 75% കുക്കായിട്ടുള്ളൊരു ചോറാണത്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി ഇതിലേക്ക് സവാളയും കാഷ്യൂ കിസ്മിസ് എന്നിവ മുരിയിച്ചതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പം നെയ്യ് ഞാൻ അവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും കിസ്മിസും കൂടി മുരിയിച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ടൊന്ന് കൊടുക്കാം. നിരപ്പാക്കി വെച്ചതിന് ശേഷം ബാക്കിയുള്ള സവാളയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം നെയ്യും കൂടി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് മുഴുവൻ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ചെറുതീയിലൊന്ന് വേവിച്ചെടുത്താൽ മതി. വിസിൽ ഞാനിപ്പോൾ ഇവിടെ മാറ്റുന്നില്ല. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ നല്ല പഞ്ഞി പോലെ തന്നെ വെന്തിട്ടുണ്ട്.
എല്ലാവരും ഈ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി പിന്നെയും കാണുന്നവരേക്കും ഗുഡ് ബൈ.